സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ ഇന്ന് ആട്ടുകാൽ കിഴങ്ങ് തേടിയുള്ളൊരു യാത്രയിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇടുക്കി മലയോര പ്രദേശമായ, അതായത് മൂലമറ്റത്തിൻ്റെയും വാഗമണ്ണിൻ്റെയും ഇടയിലുള്ളൊരു പരിസര പ്രദേശത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ പാറയിൽ ഇഷ്ടം പോലെ ആട്ടുകാൽ കിഴങ്ങ് കിട്ടും എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് തേടിയിട്ടുള്ളൊരു യാത്രയാണ്. എപ്പോഴും നമ്മൾ ആട്ടുകാൽ കിഴങ്ങ് പറിക്കുമ്പോൾ കഴിയുന്നതും മരങ്ങളിൽ നിന്നുള്ള കിഴങ്ങ് പറിക്കാതെ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കിഴങ്ങ് തന്നെ പറിച്ചെടുക്കണം. കാരണം വേറൊന്നുമില്ല, ഈ മരങ്ങളിലാവുമ്പോൾ ആ മരത്തിൻ്റെ വേരിൽ, അതായത് നീര് കുടിച്ച കിഴങ്ങായിരിക്കും. അപ്പോൾ അത് ഔഷധം കുറവാണ്. പാറയിൽ നിന്നാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ നമ്മളൊരു പാറപ്പുറത്ത് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ ആട്ടുകാൽ കിഴങ്ങ് ഉണ്ട്. ഇതിൻ്റെ തൈകളാണ് ഈ നിൽക്കുന്നത്. ഇനി ഇത് പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ. ഇത് ശരീരത്തിന് ഏറ്റവും ഔഷധ ഗുണമുള്ളൊരു സാധനമാണ്. അതായത് ജോയിൻറ്റ് പെയിനൊക്കെ നല്ല കുറവ് കിട്ടുമെന്നാണ് പറയുന്നത്. ആട്ടുംകാൽ സൂപ്പ് ഇട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാൽ. ഇതാണ് ഒറിജിനൽ ആട്ടുകാൽ കിഴങ്ങ്. ഇത് വെച്ചിട്ട് നമുക്ക് സൂപ്പ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇതുള്ള സ്ഥലം തേടി വന്നതാണ്. സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇത് പറിച്ചെടുത്ത് സൂപ്പ് ഉണ്ടാക്കണം. അങ്ങനെ ഒരു ആട്ടുകാൽ കിഴങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് പാറയിലാണെങ്കിലും പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ്. പാറയിൽ ഒട്ടിപ്പിടിച്ച മാതിരി ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞ് കുരുന്ന് അരിഞ്ഞ് നമുക്കിത് സൂപ്പുണ്ടാക്കി കഴിക്കാം. പിന്നെ അതല്ലെങ്കിൽ ഇത് അല്പം ഉപ്പിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയിലടിച്ച് അങ്ങനെയും സൂപ്പുണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് ശരീരത്തിന് ജോയിൻറ്റ് പെയിനൊക്കെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് ആട്ടുകാൽ കിഴങ്ങ്. തമിഴ്നാട്ടിലൊക്കെ ഇതിൻ്റെ വില 1 കിലോന് 250 രൂപയാണ്. ഇത് കിട്ടുന്നവർ പരീക്ഷിച്ചാൽ നന്നായിരിക്കും. ഒത്തിരി ഔഷധ ഗുണമുള്ള സാധനമാണ്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ ഇടുക്കി വനമേഖലയിൽ നിന്ന് പോയി ശേഖരിച്ച ആട്ടുംകാൽ കിഴങ്ങാണിത്. ഇത് എങ്ങനെ സൂപ്പ് വയ്ക്കാം എന്നുള്ളത് നമ്മൾ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടുന്ന് ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ അത്യാവശ്യം കൊടുക്കാൻ കണക്കിനാണ് നമ്മൾ കൊണ്ടുവന്നേക്കണേ. നമ്മൾ ഇതിൽ ചേർക്കുന്ന ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ പറിച്ചെടുത്ത ആട്ടിൻകാൽ കിഴങ്ങ്. അതായത് ആടിൻ്റെ രോമങ്ങളെ പോലെയുള്ള സാധനമാണ്. ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ചെത്തി അതിൻ്റെ തോല് കളഞ്ഞ് ഈ പരുവത്തിലാണ് നമ്മളാക്കണത്. അതായത് ഇതുപോലെ ആക്കി ഇത് വൃത്തിയായിട്ട് കഴുകി ഇനി നമ്മളിതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ നമ്മൾ ഇത്തിരി കുറച്ച് അധികം സൂപ്പ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം, ഒരു 2 തക്കാളി, ഒരു 10-12 ചുവന്നുള്ളി, ഒരു വലിയ ചുള വെളുത്തുള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്, ഒരു 1 ടീസ്പൂണ് ജീരകം, അല്പം കറുകപ്പട്ട, ഒരു 6-7 ഗ്രാമ്പു. ഇത് നല്ല കാന്താരിമുളകാണ്, നാടൻ കാന്താരിമുളക്. അതുപോലെ തന്നെ നമ്മൾ പെപ്പർ ഏകദേശം ഒരു 1.5 ടീസ്പൂണ് പൗഡറാണ് എടുത്തത്. പൗഡർ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചതല്ല, അല്ലാത്ത പൗഡർ എടുത്തിട്ടുണ്ട്. ഈ എരിവിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള, നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള എരിവിനനുസരിച്ച് ഈ 2 സാധനം ചേർക്കാവൂ. അതുപോലെ നമ്മൾ കറിവേപ്പില ഏകദേശം ഒരു 2-3 ലീഫ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാനും കൂടി നമ്മൾ
മിക്സിയിലോ അല്ലെങ്കിൽ ഒരല്ലോ ചതച്ചെടുക്കുക. ഇത് നമ്മൾ പുതിന ഇല, മല്ലിച്ചപ്പ്, അതായത് മല്ലിയില, ഇത് നമ്മൾ അവസാനം സൂപ്പ് റെഡി ആയി കഴിയുമ്പോൾ അതിലേക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സാധനമാണ്. കാരണം വെച്ചാൽ ടേസ്റ്റ് കൂടും. ഇതിൽ നമ്മൾ അളവിനനുസരിച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ആട്ടുകാൽ കിഴങ്ങാണ്. ഇത് മുഴുവനായിട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പീസായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലായിട്ട് അടിച്ച് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പീസായിട്ട് ഇടാം. പക്ഷേ പീസായിട്ട് ഇടുമ്പോൾ അത് അത്രയും ഇതായിട്ട് വരില്ല. പിന്നെ ഈ സാധനം നമുക്ക് പച്ചയ്ക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഒന്നും സംഭവിക്കാൻ പോകണമൊന്നുമില്ല. അതായത് കണ്ടോ, ഇതുപോലെ പച്ചയ്ക്ക് ഒരു പീസ് നമ്മൾ എടുത്തിട്ട് ഇതേ കഴിച്ചു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല. അത്രയും ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇത് പാറയിൽ നിന്ന് നമ്മൾ ശേഖരിച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മറ്റുള്ള ഒരു ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളിൽ നിന്നാവുമ്പോൾ ആ മരത്തിൻ്റെ നീര് ഇത് കുടിച്ചിട്ടുണ്ടാവും. പാറയിൽ നിന്നാവുമ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല. പ്രകൃതിയുടെ, അതായത് മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ആ പ്രകൃതിയുടെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് വലിച്ചെടുത്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷമില്ലാതെ തിന്നു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ആട്ടുകാൽ കിഴങ്ങാണ്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ എസൻസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പയ്യെ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അതിൻ്റെ സത്ത് മൊത്തം നമ്മുടെ സൂപ്പിൽ വരും. ഏകദേശം ഇതേപോലെ നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ എസൻസ് എല്ലാം നമുക്ക് ആ സൂപ്പിൽ കൂടുതലായിട്ട് കിട്ടും. ഇപ്പോൾ അരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവർ അല്പം വെള്ളം ചേർത്തിട്ട് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്, അരഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ജീരകം ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഇടാണ്. കാരണം ജീരകവും കറുകപ്പട്ടയും ഗ്രാമ്പും ഒന്ന് ചതക്കണമെങ്കിൽ ഒരു ഇത്തിരി കനം കൂടിയ സാധനങ്ങളാണല്ലോ. അപ്പോൾ അത് നമ്മൾ നല്ല ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ഇട്ട് ചതയ്ക്കാം. പക്ഷേ നമ്മൾ നല്ല നാടൻ സ്റ്റൈലിൽ നമ്മുടെ എന്താ പറയുക, ഉരൽ, പഴയ രീതിയിലുള്ള ഉരലാണത്, അതിൽ ചതച്ചെടുക്കണം. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സിയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മൾ മിക്സി ഉപയോഗിക്കാണ്ട് ഇത് നാച്ചുറലായിട്ടൊന്ന് ഇടിച്ചെടുക്കുകയെന്ന് ചെയ്യണതാണ്. വേണമെങ്കിൽ എളുപ്പത്തിനാണെങ്കിൽ മിക്സി ഉപയോഗിക്കാം. അടുത്ത് നമ്മൾ ഈ വെളുത്തുള്ളി അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ഈ കാന്താരി ഉണ്ട്. ഈ കാന്താരി ആവശ്യക്കാർ മാത്രം ഉപയോഗിച്ചാൽ വന്നിട്ട് കുറച്ച് സാധനം ഉപയോഗിക്കുമ്പോൾ ഇത്രയും എരിവ് കൂടുതൽ പറ്റില്ല. അപ്പോൾ കാന്താരി ഔഷധ ഗുണമുള്ള സാധനമാണ്. നമ്മളതുകൊണ്ടാണ് ഇത് കൂടുതൽ ഉണ്ടാക്കണ കാരണം കൊണ്ടാണ് കാന്താരി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചുവന്നുള്ളി ചതച്ച് തന്നെ എടുക്കണം. ഇതും മിക്സിയിൽ അടിച്ചെടുക്കാം. സാധാരണ എല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ വെറൈറ്റി ആയിട്ട് ഒരു ടീസ്പൂണ് നറുനെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെയ്യ് എന്തായാലും നല്ലതാണല്ലോ, ശരീരത്തിന് കേടുള്ള സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെയ്യാണ് ഇതിൽ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യ് ഓൾറെഡി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു ചെറുതായിട്ടൊന്ന് എന്താ പറയുക, നമ്മളൊന്ന്
വരട്ടിയെടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അപ്പോഴാണ് നമുക്കത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു മസാലക്കൂട്ട് പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തു. ഇനി ഇത് നല്ലതായിട്ട് ഒന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കാം. കൂടുതൽ സമയം നമുക്ക് വരട്ടാൻ പറ്റില്ല, അതിനനുസരിച്ചുള്ള എണ്ണയാണ് നമ്മൾ ആഡ് ചെയ്തുള്ളൂ, നെയ്യ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം നമുക്ക് വരട്ടേണ്ട കാര്യമില്ല. ചെറുതായിട്ട് മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പില ഇതിലേക്ക് കിള്ളിയിടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കിടക്കണ്ടല്ലോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇതിൽ നമ്മൾ ആഡ് ചെയ്യണം. അതിൻ്റെ തണ്ട് ഇടണമെന്നില്ല, അത് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ അരച്ച് വച്ചിരിക്കുന്ന ആട്ടിൻകാൽ കിഴങ്ങിൻ്റെ സപ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, ആവിക്ക് കൈ പൊള്ളുന്ന മാതിരി ചൂടാണ്. അപ്പോൾ ഇതെല്ലാവരും കൂടി നമ്മൾ മിക്സ് ചെയ്യണം. ചേർക്കുന്നുണ്ട്. കാരണം ഇത് ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുത്ത് തരുന്നത്. പിന്നെ നമ്മൾ അല്പം ഉപ്പ് തൽക്കാലം നമ്മൾ പാകത്തിനെന്ന് പറയാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ഇത്തിരി കുറച്ച് ഉപ്പിടാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി. സാധാരണ നമ്മൾ കുഴിയുള്ള ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ കുഴിയില്ല ഉള്ള പാത്രം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ നല്ല പരന്ന ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം തീ നന്നായിട്ട് എല്ലായിടത്തേക്കും കിട്ടണം, അതിനു വേണ്ടിയാണ് കുഴിയുള്ള പാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പരന്ന ഉരുളിയിൽ ആകുമ്പോൾ ഒരു പരിധി വരെ തീ എല്ലായിടത്തും എത്തും എന്നുള്ളൊരു കണ്ടീഷനാണ് ചെയ്യുന്നത്. ഏകദേശം ഒന്ന് വരട്ടിയ മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ തള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, നമുക്ക് എത്രത്തോളം സൂപ്പ് വേണോ ഏകദേശം അതിൻ്റെ ഇരട്ടി വെള്ളം ഉപയോഗിക്കണം. ഇപ്പം ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത്തിരി കൂടുതൽ സൂപ്പ് ഉണ്ടാക്കണ കാരണം കൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ചത്. ഏകദേശം നമ്മളൊരു 2.25 ലിറ്റർ വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു അരമണിക്കൂർ തീയിൽ തിളച്ച് റെഡിയായിട്ട് ഒരു 2 ലിറ്റർ വെള്ളം ആകുന്ന രീതിയിലാക്കണം. ഇതിപ്പോൾ നമ്മുടെ പറമ്പിൽ എന്തായാലും ജാതി ഉണ്ട്. അപ്പോൾ ജാതിപ്പത്തിരി 2 കൂടി ഒരു ടേസ്റ്റിനൊരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ 2 ജാതിയുടെ പത്തിരിയും കൂടി ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജാതിപ്പത്തിരിയും നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ആട്ടിൻകാൽ സൂപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻറ്റ് പെയിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് കിട്ടുന്ന ആളുകൾ മലയോരങ്ങളിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ കിട്ടുന്നവർ ഈ ആട്ടിൻകാൽ സൂപ്പ് വെച്ച് കഴിച്ചാൽ ശരീരത്തിലുള്ള ജോയിൻറ്റ് പെയിനൊക്കെ മാറും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ്. 1 കിലോ ആട്ടിൻകാൽ കിഴങ്ങിന് 250 രൂപ വിലയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നാച്ചുറലായിട്ടുള്ള സാധനം കിട്ടും. ഇതിലിനി എന്തൊക്കെ ആഡ് ചെയ്യാൻ ഉപ്പ് ഒത്തിരി കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മുടെ ഉപ്പ് ഒത്തിരി കുറവുണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യണം. എരിവൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് സൂപ്പ് റെഡി ആയി കഴിയുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ്, അതായത് പുതിന, മല്ലിയില നമ്മളതിലേക്ക് ചേർക്കും. അങ്ങനെ നമ്മുടെ ആട്ടിൻകാൽ കിഴങ്ങ് സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ തള വന്നിട്ടുണ്ട്. നമ്മൾ തീ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് വറ്റിച്ചെടുക്കണം. നമുക്ക് കുറച്ച് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന വെള്ളം ഏകദേശം 2.25 ലിറ്ററോളം വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒറിജിനൽ സൂപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളമെങ്കിലും നമുക്കിത് വറ്റിക്കണം. അപ്പോൾ നല്ല രീതിയിൽ തീ കൊടുത്ത് ഇത് വറ്റിച്ചെടുത്താലാണ് നമുക്ക് ഒറിജിനൽ സൂപ്പ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി സൂപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബാക്കി നമ്മൾ ഇതിൻ്റെ സൂപ്പ് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഓൾറെഡി നമ്മുടെ സൂപ്പ് ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ടച്ചപ്പായിട്ട് നമ്മൾ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്, അതേപോലെ പുതിന അരിഞ്ഞു വെച്ചത് ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫിൽട്ടർ ചെയ്തെടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഇതിൻ്റെ കീടം ചവയ്ക്കുമ്പോൾ, അതായത് എല്ലാത്തിൻ്റെ ആ ഇത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ സൂപ്പിൻ്റെ അതായത് വെള്ളം മാത്രമായിട്ട് കഴിക്കണമെന്നുള്ള ആഗ്രഹക്കാരാണ് പിള്ളേർ സെറ്റിലുള്ള ആൾക്കാർ. കാരണന്മാർക്ക് എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിനി സൂപ്പ് ഓൾറെഡി ഇപ്പോൾ റെഡിയാണ്. ഇപ്പം നോക്കട്ടെ, നമ്മളതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. സെറ്റായിട്ട് നിന്നാണ് നമ്മുടെ ഒരു ധാരണ. കണ്ട നല്ല സെറ്റപ്പിലാണ് സൂപ്പ്. ഇപ്പം നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനത് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അല്ലാണ്ട് ഞാൻ കഴിക്കാണ്ട് മറ്റുള്ളവർക്ക് കൊടുത്ത് ശരിയാവുമല്ലോ. എനിക്കിത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിന് കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓക്കെ പറയാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൂടി കൊടുത്താലാണല്ലോ ഈ സൂപ്പ് എത്രത്തോളം ഗുണകരമാവും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് അരിക്കാതെ തന്നെ തെക്കിയെടുത്തേക്കാണ്. നമ്മുടെ 2 കൂട്ടുകാർ കൂടി ഉണ്ട്, അവർക്ക് കൊടുക്കണം. 2 പാത്രത്തിലായിട്ടാണ് നമ്മൾ എടുക്കാൻ പോണത്. അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞാലും അത് എത്രത്തോളം സക്സസ് ആയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കട്ടി എൻ്റെ സുഹൃത്തുക്കൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റിൽ കഴിക്കണ മാതിരി തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് എന്നെ പറ്റിക്കാൻ വേണ്ടി ആണോന്നറിയില്ല. എങ്ങനെയുണ്ട് സൂപ്പ്? നമ്മുടെ കഴിക്കുന്ന ആ രുചിയില്ലേ, ആ രുചി ഇതിലുണ്ട്. പറ്റിക്കാൻ പറയണാണോ? പറ്റിക്കാൻ പറഞ്ഞല്ല, തീർച്ചയായിട്ടും. ഓക്കെ, അതിൻ്റെ ആ മണവും ആ രുചിയും ഉണ്ട്. ഓ, നമ്മുടെ ആ കറുത്ത ടീഷർട്ടിട്ട് സുഹൃത്ത് മടമടാന്ന് കഴിക്കുന്നുണ്ട്. ഒന്നും പറയാനുള്ള ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇതാവും അറിയില്ല. കഴിച്ചു നോക്കിയാലും നമുക്ക് അതിന്റെ ടേസ്റ്റ് മനസ്സിലാവും. ഞാനിത് ആദ്യമായിട്ട് കഴിക്കണം. എന്നിട്ട് എന്നാൽ പോലും ഞാൻ പലതരം സൂപ്പുകളും വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഇത് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത്. നല്ലൊരു സൂപ്പാണ്. ഇനി ഇതിന്റെ ഫീഡ്ബാക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത 2 ദിവസം കൂടി നമ്മൾ കഴിച്ചു നോക്കി അതാണ് നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കൈവേദന കാലുവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ജോയിന്റ് പെയിൻ ഉണ്ടെങ്കിൽ മാറുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്തായാലും നമുക്കിത് മറ്റുള്ള സൂപ്പുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്ററാണ്. മറ്റേ വെജിറ്റബിൾ സൂപ്പുകൾ അല്ലെങ്കിൽ ചിക്കൻ സൂപ്പുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നല്ല ഒരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയേക്കണത്. 2 സുഹൃത്തുക്കളും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഈ സൂപ്പ് ആട്ടിൻകാൽ കിഴങ്ങ് കിട്ടുന്ന ആളുകൾ അത് ശേഖരിച്ചിട്ട് ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ശരീരത്തിന് ഗുണം ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇതുപോലുള്ള വീഡിയോകൾ, യാത്രാ വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരും. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം. കാരണം നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, യാത്രകൾ, അത് എന്നിലൂടെ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തേക്കാണ്. അപ്പോൾ
അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ, ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.